Hello guys, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്താന്ന് വെച്ചാൽ 2024 സ്കീമുകാരുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് എനിക്ക് തോന്നുന്നു സീരീസ് 1ന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, അല്ലാത്തതും ഉണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എനിക്ക് കിട്ടുന്ന സോഫ്റ്റ് കോപ്പീസ് എല്ലാം ഞാൻ ആ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നോട്ട്സിന്റെ കാര്യം ഞാൻ നേരത്തെ വീഡിയോസ് അത് കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. നോട്ട്സ് ഞാൻ റെഗുലർ ആയിട്ട് അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അത് കയറി നോക്കിയാൽ മാത്രമാണ് ഒന്ന് കാണാൻ പറ്റത്തുള്ളൂ. കാരണം ഓരോരോ ബാച്ച് ഇപ്പം CS കാർഡ് ഞാൻ ഇന്നലെ ഏതോ രണ്ട് സബ്ജക്റ്റിന്റെ നോട്ട് അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഇതൊരു വീഡിയോ ആക്കി ഇടണം ഞാൻ വിചാരിച്ചല്ല. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ കമ്മ്യൂണിറ്റി ടാബിൽ അധികം ആരും ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത്. വീഡിയോ ആയിട്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങളൊന്ന് നോക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാനത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വേറൊരു ഡ്രൈവില് അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാംസ് ഒക്കെ വരുവാണ്. അപ്പം അതെല്ലാം ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഗ്രാഫിക്സ് എങ്ങനെയാണ് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. പിന്നെ അതിന്റെ യൂട്യൂബ് ചാനലും കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോഴും ഗ്രാഫിക്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഡൗട്ട്സ് കുറെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഗ്രാഫിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് എങ്ങനെയാണ് ചെയ്ത് പഠിക്കേണ്ടതെന്നോ. അപ്പൊ എന്റെ ഗ്രാഫിക്സിന്റെ ബുക്ക് വേണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു ബുക്ക് എനിക്ക് തോന്നുന്നു ഒരു 120 പേജസിന്റെ ബുക്കായിരുന്നു. അപ്പൊ ആ ഒരു ബുക്ക് ഫുള്ള് ഞങ്ങൾ ചെയ്ത് പഠിച്ചേക്കുന്നതാണ് ആ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ടൈമിൽ. അത് ഞങ്ങളുടെ സാറ് ഞങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തന്നെയാന്നൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു എന്തായാലും 100 എബോവ് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു ഗ്രാഫിക്സിൽ. അപ്പൊ എന്നിട്ട് നമുക്ക് കിട്ടിയ ഗ്രേഡ് എന്ന് പറയുന്നത് C, B ആ ഒരു റേഞ്ചിലാണ്. ഒന്നും ആർക്കും ഗ്രാഫിക്സിന് കിട്ടിയിട്ട് പോലും ഇല്ലായിരുന്നു. അപ്പൊ അത്രയും ടഫ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, അത് എങ്ങനെയാണ് ചെയ്ത് പഠിക്കേണ്ടതെന്നും അതിന്റെ പ്രൊസീജിയർ ഒക്കെ എങ്ങനെ എഴുതേണ്ടതെന്നുള്ള വീഡിയോസ് വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പൊ വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോസ് എത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പറും പിന്നെ ഞാൻ അയക്കുന്ന നോട്ട്സും എല്ലാം വെച്ചിട്ട് നല്ലോണം പഠിച്ച് യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ എഴുതാൻ നോക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇതുപോലെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ please do like, share and subscribe my YouTube channel guys and keep supporting. Bye.